പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ TS ശ്യാംകുമാർ സാറിനെ കുറിച്ചാണ്. സാംസ്കാരിക കേരളത്തിന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത മനുഷ്യനാണ് ഡോക്ടർ ശ്യാംകുമാർ സാർ. പ്രഭാഷകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, സംസ്കൃത പണ്ഡിതൻ തുടങ്ങി വ്യത്യസ്തമായ നിലകളിൽ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ മലയാളികൾക്കിടയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിനെതിരെ സൈബർ ഇടത്ത് വളരെ മോശമായ അക്രമമാണ് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിൻ്റെ കാരണം മാധ്യമം ദിനപത്രത്തിൽ ഈ രാമായണ മാസത്തിൽ, ഈ കർക്കിടക മാസത്തിൽ രാമായണ സ്വരങ്ങൾ എന്ന പേരിൽ അദ്ദേഹം എഴുതുന്ന ഒരു ലേഖനമാണ്. ആ ലേഖനത്തിനെതിരെ മാധ്യമം ദിനപത്രത്തിനും ഡോക്ടർ ശ്യാംകുമാർ സാറിനുമെതിരെ വളരെ മോശമായ രീതിയിലാണ് സംഘപരിവാർ സംഘടനകൾ അക്രമം നടത്തുന്നത്. അതിൻ്റെ കാരണമായി അവർ പറയുന്നത് മാധ്യമം ദിനപത്രം ഡോക്ടർ ശ്യാംകുമാറിനെ കൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ കാര്യങ്ങൾ എഴുതിപ്പിക്കുന്നു എന്ന ആരോപണമാണ്. കേരളത്തിലെ മറ്റു ഒരു തരത്തിലുള്ള ഹിന്ദു സംഘടനകളും, നായർ സംഘടനകളടക്കം ധാരാളം ഹിന്ദു സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരു സംഘടനകളും മാധ്യമം ദിനപത്രത്തിലെ രാമായണ സ്വരങ്ങൾ എന്ന ലേഖനത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരും എവിടെയും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ സംഘപരിവാർ സംഘടനകൾ മാത്രമാണ് അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഡോക്ടർ ശ്യാംകുമാർ ഒരു ദളിതനാണ് എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ദളിത് സമൂഹത്തിൽ നിന്നും വരുന്നതുകൊണ്ട് എന്നെപ്പോലെയുള്ള ഒരാൾ, പ്രത്യേകിച്ച് രാമായണത്തിനെതിരെയൊക്കെ കേവലം വാഴ്ത്തലുകളും പുകഴ്ത്തലുകളും അല്ലാതെ മറ്റൊന്നിലേക്കും കടക്കരുത് എന്നുള്ള ഒരു നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള ഒരു തിട്ടൂരമാണ്, ആ ഒരു മനോഭാവമാണ് സംഘപരിവാർ എനിക്കെതിരെ തിരിയാനുള്ള ഒരു കാരണമെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം പല കാര്യങ്ങളും വളരെ വ്യക്തമായി അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഡോക്ടർ ശ്യാംകുമാർ സാർ കേവലം എന്തെങ്കിലും വിളിച്ചു പറയുകയോ എഴുതുകയോ ചെയ്യുന്ന ഒരാളല്ല. 4ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം സംസ്കൃതം പഠിക്കുന്ന ഒരാളാണ്. വേദങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും ജ്യോതിഷം, വാസ്തുശാസ്ത്രം, ഇങ്ങനെ നിരവധി മേഖലകളിൽ ആധികാരികമായി പഠിക്കുകയും ആഴത്തിൽ അറിവ് നേടുകയും അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്നും അദ്ദേഹം സംസ്കൃതത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും ഒക്കെ നേടിയിട്ടുള്ള ആളാണ്. ഇങ്ങനെ ഏതൊരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കാനുള്ള ആധികാരികമായ അറിവുള്ള ആളാണ് അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹം ഈ രാമായണ സ്വരങ്ങൾ എന്ന ലേഖനത്തിൽ കൃത്യമായി ശ്ലോകത്തിൻ്റെ നമ്പരും കാണ്ഡത്തിൻ്റെ നമ്പരും ഏത് സർഗത്തിലാണെന്നൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ രാമായണ സ്വരങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളും മറ്റും അദ്ദേഹം എഴുതുന്നത്. അതിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള വിമർശനങ്ങളുണ്ടെങ്കിൽ സംഘപരിവാർ സംഘടനകളെന്നല്ല, ആർക്കും ആ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ആരോഗ്യപരമായ സംവാദത്തിന് തയ്യാറാണെന്നും അദ്ദേഹം വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ സംഘപരിവാർ സംഘടനകൾ തയ്യാറല്ല. മറ്റ് ഹിന്ദു സംഘടനകൾ ഈ രീതിയിൽ ഒരു സംവാദത്തിനും അദ്ദേഹത്തിനോടൊപ്പം വെല്ലുവിളി ഏറ്റെടുക്കേണ്ട കാര്യമില്ല. കാരണം നിലവിൽ അവർക്ക് അദ്ദേഹത്തിൻ്റെ രാമായണ സ്വരങ്ങൾ എന്ന ലേഖനത്തിനെതിരെ ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. പക്ഷേ സംഘപരിവാർ സംഘടനകൾ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ദളിതൻ ഉന്നത വിദ്യാഭ്യാസം നേടി സമൂഹത്തിൽ എല്ലാവരാലും അംഗീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇത് നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ, ഈ ദളിതരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഒതുങ്ങി നിന്ന് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് കൂടി നോക്കേണ്ടതുണ്ട്. ഉത്തരേന്ത്യയിലും വടക്കേ ഇന്ത്യയിലുമൊക്കെ ദളിതർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വടക്കേ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു ദളിത് യുവാവ് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കുതിരപ്പുറത്ത് പോയതിൻ്റെ പേരിൽ അവിടുത്തെ സവർണ ജാതിക്കാർ വളരെ ക്രൂരമായി ആ യുവാവിനെയും ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നവരെയും ആക്രമിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്. അതുപോലെ
ഈ ഉന്നത ജാതിയിൽപ്പെട്ടവരുടെ സ്ഥലത്തു കൂടി നടന്നു പോയതിൻ്റെ പേരിൽ ദളിത് കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന വാർത്തകൾ നാം കാണുന്നുണ്ട്. ദളിതർ വ്യാപകമായി വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന കിണറ്റിൽ രാത്രിയുടെ യാമങ്ങളിൽ ഈ മണ്ണെണ്ണ കൊണ്ടുവന്നൊഴിക്കുന്ന വാർത്തകൾ, അവരുടെ വെള്ളം കൂടി മുട്ടിക്കുന്ന വാർത്തകൾ, ഇങ്ങനെ ധാരാളം വാർത്തകൾ ദളിതർക്കെതിരെ അവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൽ ആ രീതിയിലേക്കൊക്കെ ഉള്ള ഒരു തുറന്ന അക്രമത്തിലേക്ക് പോകാൻ ധാരാളം പരിധികൾ ഉള്ളതുകൊണ്ട് സംഘപരിവാർ ഈ രീതിയിൽ ദളിത് സമുദായത്തിൽ നിന്നും വിദ്യാഭ്യാസം നേടി ഉയർന്നു വരുന്ന ആളുകൾക്കെതിരെ വളരെ വ്യാപകമായി കരുതിക്കൂട്ടിയുള്ള അക്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഡോക്ടർ ശ്യാംകുമാറിനെതിരെ സൈബർ ഇടത്ത് നടക്കുന്ന ഈ അക്രമം. മറ്റൊരു കാരണം, അദ്ദേഹം ഈ രീതിയിലുള്ള രാമായണ സ്വരങ്ങൾ എഴുതിയത് മാധ്യമം ദിനപത്രത്തിലാണെന്നുള്ളതാണ്. മാധ്യമം ദിനപത്രം ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള പത്രമാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷവും രാമായണ സ്വരങ്ങൾ എഴുതിയിരുന്നു. അതിന് മുമ്പത്തെ വർഷം അദ്ദേഹം കൗമുദിയിൽ എഴുതിയിരുന്നു. അതുപോലെ തന്നെ SNDPയുടെ മുഖപത്രത്തിൽ എഴുതിയിരുന്നു. മറ്റ് ധാരാളം പത്രങ്ങളിലൊക്കെ അദ്ദേഹം എഴുതിയിരുന്നു. അന്നൊന്നും സംഘപരിവാറിനെ ഈ രീതിയിൽ ചൊടിപ്പിച്ചിട്ടില്ല. ഇത്തവണ അവരെ ചൊടിപ്പിക്കാനുള്ള കാരണം ഇത് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പത്രമായതുകൊണ്ടാണ്. കാലങ്ങളായി സംഘപരിവാർ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഭാഗം കൂടിയാണ് ഈ അക്രമം. ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു മാസമാണ്. ഹൈന്ദവർ ധാരാളമായി രാമായണം പാരായണം ചെയ്യുകയും അതിൻ്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളും മറ്റുമൊക്കെ നടത്തുന്ന മാസം കൂടിയാണ്. ഈ ഒരു മാസത്തിൽ തന്നെ അനാവശ്യമായി, അതും രാമായണത്തിൻ്റെ പേരിൽ അനാവശ്യമായ ഒരു വിവാദം സൃഷ്ടിച്ച സംഘപരിവാറിനെ കുറിച്ച് ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നല്ലാതെ മറ്റൊന്നും അവരെക്കുറിച്ച് പറയാനില്ല. ഡോക്ടർ ശ്യാംകുമാറിന് നമ്മുടെ മലയാളികളുടെ സാംസ്കാരിക കേരളത്തിൻ്റെ, മതേതര കേരളത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയും എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യവും ആവശ്യമുള്ള സമയമാണ്. ആ രീതിയിൽ അദ്ദേഹത്തെ പരിഗണിക്കുക, ചേർത്ത് പിടിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.